കിം സേ-റോൺ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി അന്തരിച്ച നടിയുടെ ഭർത്താവ്. കിം സേ-റോണിന്റെ മരണത്തിന് കാരണം കിം സയോൺ ആണെന്ന പ്രചാരണം ശക്തമാകുന്നതിനിടെ നടി വിവാഹിതയായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി എന്റർടൈൻമെന്റ് പ്രസിഡന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവതാരകൻ ലീ ജിൻ ഹോ രംഗത്ത് വന്നിരുന്നു. നടിയുടെ മരണത്തിന് കാരണം ഇദ്ദേഹമാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കിം സേ-റോണിന്റെ ഭർത്താവ് തന്നെ ഗാരോ സെറോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന യൂട്യൂബ് ചാനൽ വഴി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കിം സേ-റോൺ പറഞ്ഞതുപോലെ താൻ അമേരിക്കക്കാരനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. 2024 നവംബറിൽ കിം സേ-റോണിനെ ആദ്യമായി കണ്ടുമുട്ടിയതായും 2025 ജനുവരിയിൽ നിയമപരമായി വിവാഹം കഴിച്ചുവെന്നും പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത വ്യക്തി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിവാഹത്തിനായി നടിയെ നിർബന്ധിച്ചുവെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു. തങ്ങൾ വിവാഹം കഴിച്ചുവെന്നതിന് തെളിവായി അദ്ദേഹം വിവാഹ സർട്ടിഫിക്കറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. 2025 ജനുവരി 12 സാക്ഷികൾ മാത്രമുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് അവർ US-ൽ നിയമപരമായി വിവാഹിതരായി. ഞങ്ങൾ വേഗത്തിൽ പ്രണയത്തിലായി, പെട്ടെന്നൊരു തീരുമാനമെടുത്തു. പക്ഷെ ഒടുവിൽ അത് സുസ്ഥിരമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി, അദ്ദേഹം വിശദീകരിച്ചു. യൂട്യൂബർ ലീ ജിൻ ഹോ ഉന്നയിച്ച പീഡന ആരോപണങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം തന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ പുറത്തുവിടാൻ യൂട്യൂബറെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. താൻ താമസിക്കുന്നത് US-ലെ ശാന്തമായ ഒരു അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലാണെന്നും അവിടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അത് സമീപത്ത് താമസിക്കുന്നവർ ഉടനടി പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നുവെന്നും നടിയുടെ ഭർത്താവ് പറയുന്നു. ഞാൻ അവളെ ആക്രമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവളെ പൂട്ടിയിട്ടിരുന്നെങ്കിൽ അവൾ എന്തിനാണ് എല്ലാ മാസവും എന്നെ കാണാൻ സ്വമേധ അമേരിക്കയ്ക്ക് വരുന്നത്? ശാരീരിക പീഡനത്തിന്റെ ഫോട്ടോകൾ അവരുടെ പക്കലുണ്ടെന്ന് അവർ പറഞ്ഞു. ഫോട്ടോകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ അവ പരസ്യപ്പെടുത്താൻ ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. ആവശ്യമെങ്കിൽ ഞാൻ പോലീസ് അന്വേഷണത്തിന് വിധേയനാകും. ദീർഘദൂര ബന്ധമായിരുന്നതിനാൽ തന്നെ പരസ്പര വിശ്വാസം വളരുന്നതിനായി അവർ പരസ്പരം ഫോണും സോഷ്യൽ മീഡിയ പാസ്വേഡും പങ്കിട്ടിരുന്നു. ആളുകളുമായി ബന്ധപ്പെടാൻ അവർ പലപ്പോഴും എൻ്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ദമ്പതികൾ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പാസ്വേഡുകൾ സ്വതന്ത്രമായി പങ്കിട്ടു. ഇത് സംബന്ധിച്ച് ഞങ്ങളൊരു രേഖാമൂലമുള്ള കരാറും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ കാമുകനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ലെന്നും അവനുമായി ബന്ധം വേർപെടുത്താൻ തയ്യാറെടുക്കുകയാണെന്നുവെന്നും സേ-റോൺ പറയുന്നതായി ലീ ജിൻ ഹോ പുറത്തുവിട്ട ഓഡിയോയിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത്. പിന്നീട് ഗർഭചിത്രം നടത്തിയെങ്കിലും അത് കാരണം ഞങ്ങൾ വിവാഹിതരായി. വിവാഹത്തിനായി കാമുകൻ നിർബന്ധം പിടിച്ചിരുന്നുവെന്നും പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്നു. കക്കാവോ ടാക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെയുള്ള നടിയുടെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഭർത്താവിനും ആക്സസ് ഉണ്ടായിരുന്നു. നടിയുടെ പേരിൽ പല ആശയവിനിമയങ്ങളും നടത്തിയത് അദ്ദേഹമായിരുന്നു. തങ്ങൾ വിവാഹിതരാണെന്ന് ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് അയാൾ വിവാഹ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതെന്നും ലീ ജിൻ ഹോ അവകാശപ്പെട്ടു.